കോടതിയുടെ മുന്നിൽ ദിലീപ് എങ്ങനെ കുറ്റവിമുക്തനായി എന്നുള്ളത് ഇപ്പോഴും ചർച്ചയാണ് എന്നുള്ളതാണ്. ഈ പൾസർ സുനിയും ദിലീപും തമ്മിൽ ഭയങ്കര അടുപ്പമായിരുന്നു എന്നുള്ള കാര്യങ്ങൾ കോടതിയിൽ പൊളിഞ്ഞു വീഴുകയാണ്. അതുകൂടാതെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ബൈജു പൗലോസ് പല രീതിയിലും ദിലീപിനെ കുടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതായിട്ട് കോടതി തന്നെ കണ്ടെത്തി എന്നുള്ളതാണ്. വളരെ ബാലിഷമായിട്ടുള്ള തെളിവുകൾ സമർപ്പിക്കുക, തെളിവുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കുക, പല സാക്ഷികളെയും മത്സരിച്ചപ്പോ അവർ കൊടുത്ത ആദ്യ മൊഴിയിൽ നിന്ന് എങ്ങനെ രണ്ടാമതൊരു മൊഴി കൊടുക്കുന്നു എന്നുള്ളതും കോടതി ചോദിക്കുന്നു. അതായത് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പല മൊഴികളും കൊടുപ്പിച്ചു എന്നുള്ളതാണ്. ജോയ്സ് പാലസ് ഹോട്ടലിൽ നിന്ന് ദിലീപും പൾസർ സുനിയും ഒരുമിച്ച് ഇരുന്നു കൊണ്ടും പാർക്കിംഗ് ഏരിയയിലൊക്കെ നിന്നുകൊണ്ടും ഒക്കെ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞത്. പക്ഷേ അതൊക്കെ പൊളിഞ്ഞടങ്ങി എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു പാർക്കിംഗ് ഏരിയയിലേക്കോ അങ്ങനെ ആ ഒരു ഹോട്ടലിലേക്കോ പൾസർ സുനി വന്നിട്ടില്ല എന്ന് ആ ഹോട്ടലിലെ ഒരു രേഖകളിലും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇവിടെ ഇവർ വന്ന് പറയുന്നത് മാത്രമാണ്, നാക്കുകൊണ്ട് പറയുന്നതല്ല. കോടതിക്ക് വേണ്ടത് തെളിവുകളാണ് എന്നുള്ളതാണ്. അതിനെ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു തെളിവ് അവർ സബ്മിറ്റ് ചെയ്തു. അതായത് ആ ഹോട്ടലിലേക്ക് വന്ന ആളുകളുടെ, പാർക്കിങ്ങിൽ വാഹനം ഇടുന്ന ആളുകളുടെ വണ്ടി നമ്പറും പേരുമെല്ലാം എഴുതി വെക്കുമെന്നുള്ളത്. എന്നാൽ അങ്ങനെ ഒരു പരിപാടി അവിടെ ഇല്ല എന്ന് കോടതിയിൽ അങ്ങോട്ട് പൊളിഞ്ഞടങ്ങുന്നു. CCTV ക്യാമറ ഫൂട്ടേജുകളും ഒന്നുമില്ല എന്നുള്ളതും. പിന്നീട് അങ്ങോട്ട് പറഞ്ഞ ഒരുപാട് നുണകൾ കോടതി തന്നെ പൊളിച്ചടക്കി. എന്നിട്ടും ദിലീപാണ് കുറ്റക്കാരൻ എന്ന് നിങ്ങൾ ഇങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ എന്ത് പറയാനാണ്. നേരെ വീട്ടിലോട്ട് കടക്കാൻ പോവുകയാണ്. അതായത് മാർട്ടിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി തുറന്നു പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോൾ വലിയ ചർച്ചയാണ്. അയാളുടെ വീഡിയോസ് പ്രചരിപ്പിച്ച എല്ലാവർക്കെതിരെയും കേസ് കാര്യങ്ങളുണ്ട്. ഇരയുടെ പേര് പറഞ്ഞു എന്നുള്ളതാണ് കാര്യം. ആ വീഡിയോയിൽ തന്നെ ചില ഭാഗങ്ങൾ, നടിയുടെ പേരും കാര്യങ്ങളും ഒന്നും പറയാത്ത ചില ഭാഗങ്ങളിൽ കുറച്ച് സംശയങ്ങൾ ഉളവാക്കുന്ന ഭാഗങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇത് വെറും ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് കാണാം, നോക്കാം. നമ്മളുമായിട്ട് അടുപ്പം വെച്ചിട്ട് വണ്ടി ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വിട്ടുകൊടുത്താണ് ഈ വണ്ടി. ആ വണ്ടിയിൽ പോയ ഡ്രൈവറാണ് ഈ മാർട്ടിൻ എന്ന് പറയുന്നത്. നല്ല പരിചയമുള്ള ആളാണ്. ആ ഒരു കാരണം കൊണ്ടാണ് തന്റെ വാഹനം വിട്ടുകൊടുക്കുന്നത്. ആരുടെ വാഹനമാണ് വിട്ടുകൊടുത്തത്, ഏത് പ്രൊഡക്ഷൻ കമ്പനിയുടെ വാഹനമാണ് വിട്ടുകൊടുത്തിട്ടുള്ളത്, ആ വാഹനം പോലീസുകാരുടെ കൈകളിലാണോ എന്നുള്ളത് ഇതൊക്കെ പരിശോധനയ്ക്ക് വെക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ ഇപ്പോ അവരുടെ കൈകളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ലാല് പറയുന്നത് 2 വാഹനങ്ങൾ തന്റെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒന്ന് XUV, ഒന്ന് സ്വിഫ്റ്റ് കാർ. ഇതിൽ സ്വിഫ്റ്റ് കാറിനെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്, അതിലേക്ക് പോകാം. അതിന് മുന്നേ തന്നെ ലാല് പറഞ്ഞ പല സ്റ്റേറ്റ്മെന്റുകളിലും വൈരുദ്ധ്യങ്ങൾ നമ്മൾ കണ്ടു എന്നുള്ളതാണ്. PT തോമസ് സാറും ആന്റോ ജോസഫും അതേപോലെ ലാലും 3 പേരും പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ മാർട്ടിൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നടിയുടെ കയ്യിൽ തന്റെ മൊബൈൽ ഫോൺ ആണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ആ മൊബൈൽ ഫോണിൽ നിന്നാണ് സുനിയെ വിളിച്ചത് എന്നുള്ളതാണ്. നമുക്കത് വേണമെങ്കിൽ വിശ്വസിക്കാം, അല്ല എങ്കിൽ തള്ളിക്കളയാം എന്നുള്ളതാണ്. എന്നിരുന്നാൽ പോലും മറ്റുള്ള ചില കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് വിരൽ ചൂണ്ടാനുണ്ട്. അത് ലാലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഒരു സംശയം മാത്രമാണ്, ഒന്ന് കേൾക്കാം. ലാലിന്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 4:30-5 മണി ടൈമിൽ ഇറങ്ങി. ഒന്ന് ഫോൺ നടിയുടെ വേറെ ഉണ്ടായിരുന്നു. ഈ ഫോണിന് മാറി സംസാരിക്കണ്ടേ. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് തിരിയണ സിഗ്നലിൽ അവിടെ എത്തിക്കഴിയുമ്പോൾ എന്നോട് പറയണം എന്റെ സുഹൃത്തുക്കൾ അവിടെ വന്നിട്ട് അവരൊന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതായിരുന്നു ഞാൻ പറഞ്ഞു. സിഗ്നലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ 2 വണ്ടികൾ, ഒരു ഇന്നോവയിലും ഒരു സ്വിഫ്റ്റ് ഡിസൈർ കാറിലും 2 വണ്ടിയോടെ വന്ന് കിടക്കണ്ടായിരുന്നില്ല. ആ സ്വിഫ്റ്റ് കാറിൽ നിന്ന് 3 പേര് ഇറങ്ങി വന്നായിരുന്നു. 3 പേര് ഇറങ്ങി വന്നിട്ട് 2 പേര് വണ്ടി കയറി സൈഡിൽ. ഇങ്ങനെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു. പിന്നെ നടൻ ലാലിന്റെ മകൻ ജീനും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും ഉണ്ടായിരുന്നു. ഇവർ 2 പേരും ആ സമയത്ത് വണ്ടിയിൽ കയറിയ. നടൻ ലാലിന്റെ മകൻ ജീൻ എന്ന് പറയുന്ന ജൂനിയർ ലാൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഒരു സ്വിഫ്റ്റ് കാറിനെ കുറിച്ചും പറയുന്നുണ്ട്. ലാല് തന്നെ പറയുന്നുണ്ട്, എന്റെ വീട്ടിൽ 2 വാഹനങ്ങളാണ് ഉള്ളത്, പ്രൊഡക്ഷൻ ആവശ്യത്തിന് വിടുന്നത്, ഒരു XUV കാറും ഒരു സ്വിഫ്റ്റ് കാറും. ഇനി ഒന്ന് ചോദിച്ചോട്ടെ, ഒരു കൗതുകത്തിന് വേണ്ടി മാത്രം ചോദിക്കുകയാണ്. ഇങ്ങനെ ഒരു മൊഴി ഇയാള് അടച്ചിട്ട കോടതിയിൽ കൊടുത്തിരുന്നു എന്നും അത് കൃത്യമായി പേപ്പറിൽ ഡാറ്റ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നും അത് വിചാരണ കോടതിയിലേക്ക് അയക്കാമെന്ന് കോടതി പറഞ്ഞിരുന്നു എന്നും പറയുന്നുണ്ട്. നടൻ ലാലിന്റെ മകൻ ഇയാൾ പറയുന്ന ദിവസം ഈ മൊബൈൽ ലൊക്കേഷന്റെ കീഴിൽ ഉണ്ടായിരുന്നോ എന്ന് പരിശോധിച്ചാൽ തന്നെ ഇയാൾ പറയുന്ന കാര്യങ്ങളിലേക്ക് ഒന്ന് വിരൽ ചൂണ്ടിക്കൂടെ, അല്ലെങ്കിൽ ഒരു അന്വേഷണം നടത്തിക്കൂടെ? ഒരു ചോദ്യം മാത്രമാണ് ഞാൻ പറഞ്ഞു. ഈ വീഡിയോ ഒരു എഡ്യൂക്കേഷൻ വീഡിയോ മാത്രമാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഈ രീതിയിൽ നടത്താൻ കഴിയില്ലേ എന്നുള്ള ഒരു സംശയം തീർക്കാൻ വേണ്ടി മാത്രമാണ്. നടൻ ലാലിന്റെ മകൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ അയാളുടെ മൊബൈൽ ഫോണിന്റെ ലൊക്കേഷൻ കണ്ടെത്തിയാൽ മാത്രം പോരെ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വാഹനത്തിന്റെ പിറകിൽ വാഹനം ഇടിച്ചു എന്നാണല്ലോ പറയുന്നത്. ഈ വാഹനത്തിന്റെ കേടുപാടുകൾ എന്തായിരുന്നു? ഞാൻ ആ ടെമ്പോ ട്രാവലർ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നത് കണ്ടതാണ്. ആ വണ്ടിയുടെ ഫ്രണ്ട് ഏജിനൊന്നും കാണാനില്ല. നേരത്തെ ഈ കാറ് നമ്മൾ ആരും കണ്ടിട്ടില്ല. കാറിൽ ഇങ്ങനെ ഒരു സംഭവിച്ചു എന്ന കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്തൊരു കട്ടിങ് കൂടി കേൾക്കാം.
പാലാരിയുടെ പൈപ്പ് ലൈനിന്റെ അവിടെ വെച്ച് ഒരാളവിടെ ടവലും കെട്ടി നിൽക്കണ്ടായിരുന്നു, മുഖത്തൊരു ടവലും കെട്ടി. വണ്ടി സൈഡാക്കാൻ എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു മാർട്ടിൻ ഇവിടെ ഇറങ്ങിയപ്പോൾ അവിടുന്ന് വണ്ടി അവരെടുത്തോളൂ പറഞ്ഞു. ആ കയറിയ വ്യക്തിയാണ് ഇപ്പൊ പൾസർ സുനി എന്ന് പറഞ്ഞ കേസിൽ 1-ാം പ്രതി ആയിട്ടുള്ളത്. അപ്പോഴാണ് ഞാൻ അയാളെ കാണുന്നത്. അത് ലാലിന്റെ കൂടെ പേഴ്സണൽ ഡ്രൈവറായിട്ട് അയാളെ 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അല്ലാതെ ഒരു ബന്ധം ഞാൻ അയാളും തമ്മിലില്ല. ഓക്കെ, ഈ സുനി എന്ന് പറയുന്ന വ്യക്തിയുടെ മൊബൈൽ ഫോണിന്റെ ലൊക്കേഷൻ പാലാരിവട്ടത്ത് വെയിറ്റ് ചെയ്ത് ഈ വാഹനത്തിൽ കയറിയോ എന്നുള്ളത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതല്ലേ? ഇവിടെ ഒരുപാട് ഡാറ്റാസ് കളക്ട് ചെയ്താൽ തന്നെ കുറെ സംശയങ്ങൾക്ക് ഒരു അറുതി വരുമെന്നുള്ളതാണ്. ഇവിടെ നിലവിൽ CBI കൊണ്ട് അന്വേഷിക്കണമെന്ന് നിരന്തരമായിട്ട് ദിലീപ് വാദിച്ചു കൊണ്ടിരുന്നപ്പോ ഇരയുടെ ഭാഗത്തു നിന്നും കൂടി ഒരു പുഷ് വന്നു കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ CBI കേസ് പോകുമായിരുന്നു. പക്ഷെ കോടതി പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസ് നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്, അതുകൊണ്ടൊരു CBI അന്വേഷണം വേണ്ട എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തണമെങ്കിൽ രണ്ടുപേരും, ഇപ്പൊ ദിലീപ് ആവശ്യപ്പെട്ട അതേ കാര്യം ഇരയുടെ ഭാഗത്തു നിന്നും കൂടി വന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ അത് തീർച്ചയായിട്ടും CBI കൊണ്ട് അന്വേഷിച്ചിരുന്നു. ഇതൊക്കെ നമ്മുടെ സംശയങ്ങൾ മാത്രമാണ്. ഇതിനെ നിയമവശങ്ങൾ ഏത് രീതിയിലാണെന്നൊന്നും നമുക്കറിയില്ല. എന്നാൽ പോലും പറയേണ്ടത് പറയുക തന്നെ വേണം എന്നുള്ളതാണ്. എന്തുകൊണ്ട് ലാലിന്റെ മകനെ കുറിച്ച് മാർട്ടിൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ആ രീതിയിൽ അന്വേഷണം പോയില്ല? ഇനി ജൂനിയർ ലാലിനെ പോലീസുകാർ ചോദ്യം ചെയ്തിരുന്നോ, എന്തൊക്കെയായിരുന്നു എന്നൊന്നും നമുക്കറിയില്ല. പല മൊഴികളും ഇൻ ക്യാമറ മൊഴികളായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. എന്നാൽ പബ്ലിക് ഡൊമൈനിൽ അറിയാൻ കഴിയുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഇനി ലാല് പറയുന്ന ഈ വാക്ക് വെറുതെ ഒന്ന് കേട്ടാൽ മതി, വേറെ ചിന്തകളൊന്നും വേണ്ട. ഞാൻ അന്ന് ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ തന്നെ ഞാനും തോമസ് സാറും കൂടെ ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ കസേരയിൽ ഇവിടെ മാർട്ടിൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവനന്ന് അവിടെ കാറിൽ വെച്ചിട്ട് ആരൊക്കെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ വയറ് പൊത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ വളഞ്ഞ് ഭയങ്കര പെയിൻ പോലെ ഇങ്ങനെ വയ്യാത്ത പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. എനിക്ക് ആദ്യം അത് അത്ര ശരിയായിട്ട് എനിക്കെന്തോ അവനിലൊരു സംശയത്തിൻ്റെ ഇതിങ്ങനെ തോന്നിയായിരുന്നു. അപ്പോൾ അതിനിടയ്ക്കാണ് PT തോമസ് സാറ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അദ്ദേഹത്തിനെ കണ്ടപ്പോൾ സഹിക്കാൻ പറ്റാനായിട്ടായിരിക്കണം എന്നിട്ട് പറഞ്ഞത്, ലാലെ ആ ഡ്രൈവർ അവന് തീരെ വയ്യാന്ന് തോന്നുന്നു, അവനൊന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല സാറേ, അത് എനിക്ക് അവൻ്റെ ഡൗട്ടുണ്ട്, എന്തോ ഒരു അഭിനയം അഭിനയമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സാറും എന്നാൽ കുഴപ്പമില്ല. ഈ ഒരു വാക്കുകൾ എനിക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല. കാരണം ആൻഡോ ജോസഫ് എന്ന നിർമ്മാതാവും അതേപോലെ PT തോമസ് സാറും പറഞ്ഞ വാക്കുകൾ വ്യത്യസ്തമായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു ദിവസങ്ങളിൽ തന്നെ PT തോമസ് സാർ കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ആൻഡോ ജോസഫ് എന്റെ വീട്ടിൽ വന്ന് എന്നെ വിളിക്കുന്നു, നേരെ ഞങ്ങൾ ലാലിന്റെ വീട്ടിലേക്ക് വരുന്നു, ലാലിന്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ പോലീസുകാരുണ്ട് എന്നുള്ള കാര്യവും, അതുകൂടാതെ തന്നെ ഈ മനുഷ്യനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ഇവർ നടത്തിയിരുന്നു എന്നും എനിക്കൊരു സംശയം തോന്നിയതിന്റെ ഭാഗമായിട്ട് ഞാൻ അത് പോലീസ് ഓഫീസറെ പറഞ്ഞു, ഇതാണ് ഞാൻ കേട്ടത്. ആൻഡോ ജോസഫും ഇത് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ലാൽ സാർ ഇങ്ങനെ പറയുന്നു, എന്താ ചെയ്യുക, പ്രായത്തിൻ്റെതായ ഒരുപാട് ചിലപ്പോൾ ഓർമ്മക്കുറവുണ്ടാവായിരിക്കാം. PT തോമസ് സാർ മരണപ്പെട്ടത് കൊണ്ട് തന്നെ നമുക്കിത് ചോദിച്ചറിയാൻ കഴിയില്ല. എന്നാൽ പോലും അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂവിന്റെ കുറച്ച് ബൈറ്റുകൾ ഇവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നമ്മുടെ സംശയങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നതാണെന്നുള്ളതാണ്. കാണാം. ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീക്കാണ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടെങ്കിൽ ആ ദുരന്തങ്ങൾ വാർത്താ മാധ്യമങ്ങൾ ഇതേപോലെ വാർത്ത ചെയ്യും? സാധ്യമില്ല. നമ്മളിപ്പോ സൗമ്യ മരിച്ചു, സൗമ്യക്ക് വേണ്ടി ഹാജരായിട്ടുള്ള ആളുടെ പേര് എന്തായാലും ആളൂരാ മരിച്ച് ആ കേസിൽ പ്രതിക്ക് വേണ്ടിയിട്ട് ആളൂർ എന്തിന്റെ പേരിലാണ് ബാധിച്ചത്? ആളൂരിന് ആരെ പണം കൊടുത്തത്? ഞാൻ ഇടയ്ക്ക് ചോദിച്ചിരുന്നു ചർച്ചയില്. ആളൂര് സൗമ്യ വധക്കേസില് ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ചാർലിക്ക് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരായത് ആളൂരാണ്. ആളൂര് സാധാരണ ഒരു പ്രാവശ്യം കോടതിയിൽ ഹാജരാവാൻ ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന ആളാണ്. ആ ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന ആളൂരിന് ആരാണ് പണം കൊടുത്തത്? നമ്മൾ അന്വേഷിക്കേണ്ട വിഷയമല്ലേ? തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ്. ഈ വിഷയത്തിലും 1 കോടി രൂപയുടെ അടുത്ത് ഇവിടെ പൾസർ സുനി ചെലവഴിച്ചിട്ടുണ്ടാവും. സുപ്രീം കോടതിയിൽ പോയിട്ടാണ് 7.5 വർഷത്തിന് ശേഷം സുപ്രീം കോടതിയിൽ നിന്നാണ് ജാമ്യം വാങ്ങിയിട്ടുള്ളത്. ജയിലിൽ കിടക്കുന്ന ആ വ്യക്തിക്ക് എവിടുന്ന പണം? ഇനി അയാൾ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ അയാളുടെ കൈകളിൽ ഉണ്ടായിരുന്ന വാഹനങ്ങൾ, ആഡംബര ജീവിതം, ഒരു പണിക്കും പോലും പോവാത്ത ഇയാളുടെ കയ്യിൽ എവിടുന്ന പണം? ഇതെന്തുകൊണ്ട് കേരള പോലീസ് അന്വേഷിച്ചില്ല എന്നുള്ളത്. അയാൾക്ക് എവിടുന്ന് ഇത്രയും മാത്രം പണം വന്നു എന്നുള്ളത് ഇത് അന്വേഷിച്ചാൽ തന്നെ ഇയാളുടെ പിന്നിൽ നിൽക്കുന്ന ആളുകളെ കൃത്യമായി പൊക്കിക്കൂടെ? ഗോവിന്ദച്ചാമിയുടെ യഥാർത്ഥ പേര് ചാർലി എന്നായിരുന്നു. അയാളുടെ പിന്നിലും പണമെറിയാൻ ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ആരാണ് എന്താണെന്ന് അന്വേഷിക്കേണ്ടത് പോലീസായിരുന്നു. ഈ കേരളത്തിൽ ഒട്ടനവധി കേസുകൾ ഉണ്ടായിട്ടുണ്ടോ? ആ കേസുകളിൽ ഒന്നും ഈ പറയുന്നത് പോലെ അവളോടൊപ്പം എന്ന് പറഞ്ഞ് ആരും വരുന്നത് കണ്ടില്ല. സെലിബ്രിറ്റീസ് ആവുമ്പോൾ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കൃത്യമായ പട്ടിക പ്രകാരം ഞാൻ പറഞ്ഞോളൂ, എത്രയോ ആളുകൾ 2017 ഈ സംഭവം നടക്കുന്നത്. 2017 2005 ആളുകൾക്ക് ഇതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതിനേക്കാൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ആളുകളുണ്ട്, പെൺകുട്ടികളുണ്ട് എന്നുള്ളതാണ്. അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ആരെങ്കിലും ഉണ്ടോ?
ചോദിക്കട്ടെ, ഇത് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ചില ആളുകൾ വന്ന് കമന്റ് ഇടുന്നത് കാണണം. എന്ത് പറയാനാണ്? നിങ്ങളുടെ മനസ്സിനകത്ത് ഒരാളുണ്ട്, അയാൾ തന്നെ കുറ്റക്കാരനെന്ന് തീരുമാനിക്കുക എന്നുള്ളതാണ്. ഇവിടെ പൾസർ സുനി തന്നെയാണ് കുറ്റക്കാരൻ എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. പക്ഷെ അയാളെ കൊണ്ട് ചെയ്യിച്ചത് അത് ദിലീപാണ് എന്ന് ഉറച്ച് നിങ്ങൾ പറയുമ്പോൾ അത് കോടതിയിൽ പൊളിഞ്ഞത് എന്തുകൊണ്ടാണ്, അതിൽ കോടതിയുടെ വീക്ഷണം എന്താണ്, അതിൽ കോടതിയുടെ ജഡ്ജ്മെന്റ് എന്താണ്, ഇതും കൂടി നോക്കണം. എനിക്ക് മനസ്സിലാവുന്ന ഈ സ്ഥാനത്ത് പെൺകുട്ടി ആദ്യം എത്തിയത് ലാലിന്റെ വീട്ടിലാണ്. ഈ ആ പെൺകുട്ടി കൊണ്ടുപോകാൻ പോയിട്ടുള്ള കാറ് ലാലിന്റെ മകന്റെ കാറാണ് പോയത്. ഈ ലാൽ കേസിൽ സാക്ഷിയാണോ? അല്ല. ഞാൻ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട പി ടി തോമസായിട്ട് സംസാരിച്ചിരുന്നു. ലാലി കേസിന് സാക്ഷിയല്ല. ലാലിന്റെ മകനെ സംബന്ധിച്ച് ഇതിനകത്ത് ചോദ്യം ചെയ്തിട്ടില്ല. അയാളുടെ കാറിലാണ് പോയത്. സാധാരണ ഇപ്പൊ വേറെ എന്റെ ആതിരയുടെ കാറാന്നിരിക്കട്ടെ, നമ്മളെ വിളിച്ച് ചോദ്യം ചെയ്യൂല പോലീസ്. അതെ, ഇതങ്ങനെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ടോ? അതിന് പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ പോലീസ് തുടക്കം തുടങ്ങി ഈ സംഭവത്തിൽ കാണിച്ചിരിക്കുന്ന ചില അലംഭാവങ്ങളുണ്ട് ഇതിനകത്ത്. പോലീസ് തുടക്കത്തിൽ തന്നെ ഈ ഒരു കേസ് കൊണ്ടുപോയ രീതി ശരിയല്ല എന്നാ പറയുന്നത്. ഏകദേശം 1 വർഷത്തിനുള്ളിൽ തന്നെ കേസ് പൂർണ്ണമായിട്ട് തീർന്നിരുന്നു എന്നുള്ള സംശയങ്ങളും ആളുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. പല രീതിയിലും കെട്ടിച്ചമച്ചുണ്ടാക്കിയ സാക്ഷികള്, കെട്ടിച്ചമച്ചുണ്ടാക്കിയിട്ടുള്ള തെളിവുകള്, ഇതൊക്കെ കോടതിയിൽ പോയപ്പോ കോടതിയൊക്കെ തള്ളി മാറ്റുകയാണ്. ഇതിനൊന്നും കൃത്യമായി പ്രൂവ് ചെയ്യാൻ പോലും പ്രോസിക്യൂട്ടറിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇനി ലാലിനെ സാക്ഷിയാക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം. ലാലിനെ സാക്ഷിയാക്കാൻ കഴിയില്ല. കാരണം ഈ കേസിൽ ഇര തന്നെയാണ് സാക്ഷി. പിന്നെ എന്താണ് ലാലിന്റെ സ്ഥാനം എന്നുള്ളതാണ്. അതായത് ലാലിന്റെ വീട്ടിന്റെ മുറ്റത്ത് കാറ് കൊണ്ട് നിർത്തുന്നു, തട്ടിക്കൊണ്ടുപോയ ആളുകൾ കാറ് ലാലിന്റെ വീട്ടിന് മുന്നിൽ കൊണ്ട് നിർത്തുന്നു. മാർട്ടിനാണ് കൊണ്ടുവിട്ടത്. നടി ഇറങ്ങി നേരെ ലാലിന്റെ അടുത്ത് വന്ന് കരയുന്നു, ലാലിനോട് കാര്യം പറയുന്നു. ലാലിന്റെ ഭാര്യയെ വിളിച്ച് ലാലും അവളെ അകത്ത് കൊണ്ടുപോകാൻ പറയുന്നു. ഇത്രയാണ് ലാല് പറഞ്ഞിട്ടുള്ളത്. പിന്നെ തന്റെ വാഹനം ഇങ്ങനെ പോയി, അത് ഇത് എന്നൊക്കെ പറഞ്ഞ ബാക്കി കഥകൾ നമുക്കറിയാം. പക്ഷെ ആ വാഹനം ആ മുറ്റത്ത് കിടന്നു, ഒരു അന്വേഷണം ഉണ്ടായോ, ഒരു ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ അവിടെ നടന്നോ, അങ്ങനെ പല കാര്യങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പോ ലാല് പ്രതി ചേർക്കപ്പെടേണ്ടവനായിരുന്നോ അല്ലെങ്കിൽ സാക്ഷി ചേർക്കപ്പെടേണ്ടവനായിരുന്നോ എന്നുള്ളതാണ് സംശയം. അതുപോലെ ലാലിന്റെ മകൻ, ആ വീട്ടിൽ നിന്നും ഒരാൾ ഇറങ്ങി ഓടിയതായിട്ടുള്ള ഒരു കാര്യം നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ട്. അത് ലാലിന്റെ മകനായിരുന്നു എന്നും ലാലിന്റെ മകൻ മാർട്ടിൻ ഓടിയപ്പോൾ പിന്നാലെ ഓടിയതാണ് എന്നുള്ള രീതിയിലാണ് പോലീസുകാർ പറഞ്ഞത്. ഇതിന്റെ CCTV ക്യാമറ ഫുട്ടേജ് പൊതുജനങ്ങൾക്ക് അവൈലബിൾ അല്ല, നേരെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടാവും. പക്ഷെ ആ ഭാഗം ഒന്നും കോടതിയിൽ വിസ്തരിക്കുന്നത് പോലും കണ്ടില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മളത് അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നുള്ളതാണ്. അത് എവിടെ പോയി? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒരാൾ ഓടിപ്പോയിരുന്നു, അങ്ങനെ ഒരു CCTV ക്യാമറ ഫുട്ടേജ് ഉണ്ടായിരുന്നു. ഇതൊക്കെ അന്വേഷണ വിധേയമാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. തുടക്കം തുടങ്ങിയതിന് 1-ാം ദിവസം തുടങ്ങിയതിന് പരാതി കൊടുക്കുന്നത് ലോക്കൽ പോലീസ് സ്റ്റേഷനിലായിരുന്നില്ല. ഇനി കൃത്യമായിട്ട് അറിയാവുന്ന വിഷയമാണ്. ആ സാധാരണ സംഭവം അതിന് ആദ്യം പരാതി കൊടുക്കേണ്ട എവിടെയാ? ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം. അവിടെ നിന്നാണ് മേലേക്ക് കൊണ്ടത്. ഇത് നേരിട്ട് DGP ആണ് ഇടപെടുന്നത്, ബെഹ്റയിലേക്കാണ് എത്തുന്നത്. ലോക്നാഥ് ബെഹ്റയിലേക്ക് കൊണ്ടിട്ട് കേസ് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് എന്തായിരുന്നു ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്നാണ് പ്രശ്നം. ഈ പറയുന്ന ഏരിയയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ, അവരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ, ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ, ആരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? അപ്പൊ ഈ തരം കേസുകൾ ഒരുപാട് ദുരൂഹതകളുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലാണ് നമ്മളെല്ലാവരും ആ കാര്യം അറിയിക്കുക. പക്ഷെ അദ്ദേഹം ഏറ്റവും ടോപ്പിലേക്ക് വിളിച്ച് അറിയിച്ചു. പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പിറ്റേ ദിവസം ഏകദേശം പുലർച്ചെ 4-5 മണിക്ക് ശേഷം മനോരമയിലൂടെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ജനങ്ങൾ അറിയുന്നത് എന്നുള്ളതാണ്. അതിനുശേഷം മനോരമയിലൂടെ തന്നെയാണ് PT തോമസ് സാറിന്റെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകളുടെ ആ ഒരു സാക്ഷ്യം നമ്മൾ കേട്ടെന്നുള്ളതാണ്. ആൻഡോ ജോസഫ്, PT തോമസ്, അതുകൂടാതെ ലാലിന്റെ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഇതിൽ സംശയം തോന്നുന്ന കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പോലീസുകാരിൽ ചില ആളുകൾ സിവിൽ ഡ്രസ്സിൽ അവിടെ വന്നിരുന്നു എന്നുള്ള കാര്യം മാർട്ടിൻ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നത് കേൾക്കുമ്പോഴാണ്. അപ്പൊ അവിടെ തുടങ്ങിയതാണ് ഈ സംശയങ്ങൾ എന്നുള്ളതാണ്. ഇവിടെ ദിലീപിനെ പോലെയുള്ള പവർഫുൾ ആയിട്ടുള്ള സാമ്പത്തികമുള്ള പിടിപാടുള്ള ഒരു മനുഷ്യനെ ഇവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാൻ കഴിയുമെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ എന്താകും? ഇതൊരു സെലിബ്രിറ്റി ഇഷ്യൂ ആയതുകൊണ്ട് തന്നെയാണ് ഈ കേസ് ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത്. ഒരുപാട് പാവങ്ങൾ ചിലപ്പോൾ ജയിലിൽ കിടക്കുന്നുണ്ടാകാം, മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടാക്കിയ തെളിവുകൾ കൊണ്ട് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഇയാളായതുകൊണ്ട് മാത്രം നമ്മൾ ഇത് അറിയുന്നു. നമുക്കൊക്കെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ആരും തിരിഞ്ഞു നോക്കില്ല, ആരും ഉണ്ടാവില്ല. പലപ്പോഴും യഥാർത്ഥമായിട്ടുള്ള പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനം കേരളത്തില് നീതിന്യായ രംഗത്തും അല്ലെങ്കിൽ നീതി പാലകരുടെ ഭാഗത്തു നിന്നെല്ലാം വളരെ വ്യാപകമായിട്ടുണ്ട്. അതിനകത്ത് ചിലപ്പോൾ വേണമെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരെ പിന്തുണയുണ്ടാവാം. ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്ന ആദ്യമായിട്ട് ഇടപെട്ട ഒരാൾ വളരെ സത്യസന്ധനായിട്ട് PT തോമസ് MLA ആണ്. അദ്ദേഹമായിരുന്നു തൃക്കാക്കരയിലെ MLA. അദ്ദേഹം ആ വിഷയത്തിൽ ആദ്യം എത്തിയത് 12 മണിക്ക് അദ്ദേഹം അവിടെ എത്തിയത്. ആ 12 മണിക്ക് എത്തിയ ശേഷം 3-ാം ദിവസമാണ് ഞാൻ അദ്ദേഹത്തെ പോയി കാണുന്നത്. അദ്ദേഹത്തിന്റെ നിലപാട് വളരെ സത്യസന്ധമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ എന്തെല്ലാം രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം വെച്ച് പറഞ്ഞാലും PT തോമസ് ഈ വിഷയത്തിൽ ഇടപെട്ടത് 100% സത്യസന്ധമായിട്ടാണ്. ഒരുപക്ഷെ PT തോമസ് സാർ ഇതിൽ ഇൻവോൾവ് ആയില്ലായിരുന്നുവെങ്കിൽ, പൾസർ സുനിയുടെ ശബ്ദ സന്ദേശങ്ങൾ നമ്മൾ കേട്ടതാണ്, ഇത് ആരും അറിയില്ലായിരുന്നു എന്നും ഇതൊക്കെ തേച്ച് മായ്ക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്.
പൾസർ നിലവിൽ ഒരുപാട് ആളുകൾ ഇതേ രീതിയിൽ ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അയാളുടെ മൊബൈൽ ഫോണിൽ നിന്നും ഒരുപാട് ദൃശ്യങ്ങൾ കിട്ടിയെന്ന് ഭാഗ്യലക്ഷ്മി വീഡിയോയിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അന്ന് പി.ടി. തോമസ് സാർ അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഈ വാർത്ത പോലും അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അത് തേച്ച് മായ്ക്കപ്പെടുമായിരുന്നിരിക്കാം, ഉറപ്പല്ല, ആയിരുന്നിരിക്കാം. എന്താ പറയാ, എല്ലാം ദൈവത്തിന്റെ കരങ്ങൾ എന്നൊക്കെ പറയില്ല, അതേപോലെ അദ്ദേഹം അവിടെ എത്തിപ്പെട്ടു എന്നുള്ളതാണ്. ദൈവത്തിന്റെ കരങ്ങൾ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള ഒരു സെൽഫി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതായിരുന്നു ആ ഹോട്ടലിൽ വെച്ചിട്ട് അവരെ പരിചയമുണ്ട്, അവർ സംസാരിച്ചു, ഗൂഢാലോചന നടത്തി എന്നുള്ള തെളിവുണ്ടായിരുന്നത്. പാർക്കിങ്ങിൽ ഏതോ ഒരു മൂലയിൽ നിന്നിരുന്ന ഏതൊരു മനുഷ്യൻ, 1 കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ ദിലീപ് ഇവിടെ നിർത്ത സെൽഫിയിൽ പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരുടെ ബന്ധം ദൃഢപ്പെടുത്തിക്കൊണ്ടുവര് കോടതിയിൽ വാദിച്ചത്. പക്ഷെ കോടതി അതങ്ങ് പൊളിച്ചടക്കി. നമ്മളിപ്പോ ഈ പലപ്പോഴും ഒരു സ്ത്രീയാണ് ഇടപെടുന്നവരുണ്ട്, അവരെ അതിജീവിത എന്ന് വിളിക്കുന്നു, ബാക്കിയുള്ളവരൊക്കെ കേസിലെ പ്രതികളാണെന്നുള്ള വരുന്നു. ഈ രീതിയും ഒരിക്കലും ഒരു ഭൂഷണമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥമായിട്ടുള്ള കേസിന്റെ മെറിറ്റിൽ കൂടി സഞ്ചരിക്കണം, അത് സത്യസന്ധമായിട്ട് സഞ്ചരിക്കണം. അതിന് നീതിപാലകന്മാര് ആ രീതിയിൽ വരണം, അതിന് മറ്റുള്ള സംവിധാനങ്ങൾ അതിന്റെ പേരിൽ വരണം. നമ്മുടെ രാഷ്ട്രീയ രംഗത്തെ കൂടി നമ്മൾ അതിനകത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണമെങ്കിൽ അങ്ങനെ വരാത്തിടത്തോളം കാലം ഇത്തരം ചില കേസുകൾ സ്വാഭാവികമായിട്ട് നടന്നു വരുന്നതാണ് ഞാൻ ഇതിനെക്കുറിച്ച് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടെന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കേസുകൾ ഇങ്ങനെ ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. ചിലപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പല ആളുകളും ഇങ്ങനെ കള്ളക്കേസുകളിലൊക്കെ കുടുങ്ങുന്നു നമ്മൾ കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ദിലീപിന്റെ ഭാഗം അവിടെ കോടതിയിൽ കൃത്യമായിട്ട് വാദിച്ച ആള് ജയിച്ച് പുറത്തു വന്നതാണ്. കോടതികൾ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടത്. ആ കോടതിയെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് എന്നുള്ളതാണ്. മാധ്യമങ്ങൾ പറഞ്ഞതും കേട്ടുകൊണ്ടാണ് നമ്മളെല്ലാവരും ദിലീപിനെ അവിശ്വസിച്ചത് എന്നുള്ളതാണ്. ഇപ്പൊ ആ വിധിപ്പകർപ്പിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. മാധ്യമങ്ങൾ തന്നെയാണിത് കെട്ടിച്ചമച്ചുണ്ടാക്കിയത്. അത് വിശ്വസിച്ചുകൊണ്ട് പാവപ്പെട്ട ഒരു കൂട്ടം ആളുകൾ ഇന്ന് ദിലീപിനെ ക്രൂശിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇന്നും ആ വിധിപ്പകർപ്പ് മാധ്യമങ്ങളുടെ കൈകളിലുണ്ട്. കൃത്യമായി സത്യസന്ധമായിട്ട് ആ കാര്യങ്ങൾ അവർ അവതരിപ്പിക്കാറില്ല എന്നുള്ളതാണ്. ഇപ്പോ പൾസർ സുനിയും ദിലീപും തമ്മിൽ ഗൂഢാലോചന നടത്തി എന്ന് പറയുന്ന ഭാഗം കോടതി വിധിപ്പകർപ്പ് വായിക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. ഇവർ കൊടുത്ത തെളിവുകളൊക്കെ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എന്നും സാക്ഷികളെ സ്വാധീനിച്ച് ഇങ്ങനെ മൊഴികൾ കൊടുത്തതാണ് എന്നും കൃത്യമായി കോടതി പറയുന്നുണ്ട്. എന്നാൽ ഇവരത് പറയുമ്പോൾ രീതി അങ്ങ് മാറും. ദിലീപും പൾസർ സുനിയും ഭയങ്കര കൂട്ടുകെട്ടാണ് എന്നതിന് ആ ഒരു ഫോട്ടോ മാത്രം മതി. കോടതിയും ഫോട്ടോയൊന്നും തള്ളിയില്ല. അവസാനം ഇതിന്റെ സാരാംശം കോടതി പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി പോവുക എന്നുള്ളതാണ്. കൃത്യമായി അതങ്ങ് വായിച്ച് അതിനെ മലയാളം കൊണ്ട് കൊടുത്താൽ ജനങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. പക്ഷെ അതിനൊന്നും ഇവർ തയ്യാറല്ല എന്നുള്ളതാണ്. ഇങ്ങനെ കൃത്യമായി വീഡിയോ ചെയ്യുമ്പോൾ നമ്മളെയും ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു കൂട്ടം നെഗറ്റീവ് ഓളികൾ ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ സത്യസന്ധമായ കാര്യങ്ങൾ പറയുക. ഇരക്ക് നീതി കിട്ടണമെങ്കിൽ ഈ കേരള പോലീസ് അന്വേഷണം മതിയെന്ന് എനിക്ക് തോന്നുന്നില്ല. CBI തന്നെ വേണം, കേന്ദ്രം തന്നെ ഇതിൽ ഇടപെടൽ നടത്തണം. അല്ലെങ്കിൽ നമ്മൾ എന്നും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, കുറ്റവാളി അല്ലാത്ത ആളുകളെ കുറ്റവാളികളാണ് എന്ന് പറയും. അത്ര തന്നെ. പരമാവധി ഷെയർ ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളും സന്ദീപ് ഇപ്പോൾ സൈനിങ് ഓഫ്.